ഞാൻ കീ തന്ന സ്ഥലത്ത് ഒരു ലെറ്ററും കൂടെ എനിക്ക് എടുത്തു തന്നു. ഇത് ഇങ്ങനെ മാളാരവിന്ദൻ തരാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ റൂമിൽ പോയിട്ട് ആദ്യം ഈ കത്ത് തുറന്ന് ഞാൻ വായിച്ചു. എഴുതുന്ന വാക്കുകളിതാണ്: തുളസിയെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഈ പ്രോജക്റ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പെരുമാറുക. രജനീകാന്ത്. ഭയങ്കര സ്പീഡിൽ വന്നൊരു സൈഡിൽ നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഈ ഡയറക്ടറെ കാലിൽ വന്ന് തൊഴുന്നു. അദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തട്ടിയിട്ട് അങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് കെ ബാലചന്ദ്രൻ എന്നൊരു സംവിധായകനാണ്. വില്യം സാറ് സെറ്റിൽ വെച്ച് അതൊരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ടൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയതാണ്. ഇദ്ദേഹം എന്നെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചത് ഒറ്റ അടിയാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. ഉച്ചയായപ്പോൾ അവിടുന്ന് ഭക്ഷണം കിട്ടി. അവരെ പോകുമ്പോഴത്തേക്ക് എനിക്കൊരാൾ 10 രൂപ കൊടുത്തു. അതെനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം 10 രൂപ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ സ്റ്റാർ മുതൽ ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയ താരങ്ങളെ നായകന്മാരായി സിനിമ ചെയ്യാൻ ധൈര്യം കാട്ടിയ സംവിധായകൻ. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി തുളസീദാസ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണെങ്കിലും അല്ലേ, ഒരു അഭിമുഖത്തിന് ഇതാണ് സമയം വന്നത്. പക്ഷേ തുളസീദാസ് എന്ന് പറയുന്ന സംവിധായകനെ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ അറിഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ രാജസേനൻ്റെ അസോസിയേറ്റ് എന്ന നിലയിലാണ് അല്ലേ. പക്ഷെ അതിനു മുമ്പേ ഒരു സിനിമയുടെ ഒരു വലിയ സ്വപ്നം തേടി അലഞ്ഞു പോയ ഒരുപാട് കൂട്ടത്തിൽ, ഒരു ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ തുളസീദാസ് ഉണ്ടായിരുന്നു. കോടാമ്പാക്കത്തിലെ നിരവധി ത്യാഗങ്ങളുടെയൊക്കെ കഥ അനുഭവിച്ച ഒരാളാണ്. ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ടോ ചേട്ടൻ? ഒന്നും തന്നെ മറക്കാറില്ല. കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ, തുടക്കത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അതൊക്കെ ഇപ്പോൾ ഒരു മനസ്സിൽ ഓർക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് തോന്നും. ഞാൻ ആക്ച്വലി 16-ാമത്തെ വയസ്സിൽ മദ്രാസിലേക്ക് പോയ ഒരാളാണ്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ ചാടിയത്. കാരണം സിനിമയായിരുന്നു എൻ്റെ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സിനിമ ഒരു മോഹമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് മുതൽ നാടകങ്ങൾ അഭിനയിക്കും. ആദ്യത്തെ നാടകം ഞാൻ എഴുതി സംവിധാനം ചെയ്തതാണ്. ഇത് തെറ്റ് എന്ന് പറഞ്ഞ ഒരു നാടകം 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. തെറ്റിൽ നിന്നാണ് ആക്ച്വലി ഞാൻ തുടങ്ങിയത്. അതങ്ങനെയാണല്ലോ, എല്ലാവരും കുട്ടികളായിരുന്നാലും നമ്മൾ തെറ്റ് ചെയ്തതാണല്ലോ ശരിയിലേക്ക്. ഇപ്പോഴും ശരി പൂർണ്ണമായി ശരി കണ്ടെത്തിയിട്ടില്ല. നമ്മളെപ്പോഴും ആ ശരിക്ക് വേണ്ടി യാത്രയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ പഠിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സി.എൽ. ജോസിൻ്റെ ഒരു ചിത്രം പൂർത്തിയായി എന്നുള്ള നാടകം അഭിനയിച്ചു. ഏറ്റവും നല്ല നടൻ്റെയും ഏറ്റവും നല്ല നാടകത്തിനും പ്രൈസ് കിട്ടി. ഞാൻ ഡിസ്ട്രിക്റ്റിൽ പോയി മത്സരിക്കാനൊക്കെ പോയി. അപ്പോൾ ഉള്ളിൽ ഒരു നടൻ ജനിക്കുന്നു എന്നൊക്കെ ഒരു തോന്നലിങ്ങനെ, ഒരു മണ്ടത്തരം, കുട്ടിക്കാലത്തുള്ള മണ്ടത്തരം ഒരു തോന്നലൊക്കെ ഉണ്ടായി. അതിനാണ് സിനിമ ലോകത്തേക്ക് പോകണമെന്ന് തോന്നിയത്. അങ്ങനെ ഒരു ചാൻസ് കിട്ടി. കോടമ്പക്കം കാണാൻ മദ്രാസിൽ പോകാൻ ഒരു ചാൻസ് കിട്ടി. പോവുകയും 16-ാമത്തെ വയസ്സിൽ പോയി. അവിടെ നീതി കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു ഡിസൈനറുണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ട് പരിചയപ്പെടുത്തുകയും ജസ്റ്റ് പരിചയപ്പെട്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു മോഹമായിരുന്നു പോയത്. പോകുമ്പോൾ വീട്ടുകാർക്കൊന്നും ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ അമ്മ അന്ന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ മദ്രാസിലേക്ക് പോകുന്നു, സിനിമ ലോകത്തേക്ക് പോകുന്നു. അതിപ്പോൾ ഒരു മരണ വീട് പോലെയായിരുന്നു എൻ്റെ വീട്. അത്രയും അമ്മ നിലവിളിച്ചാണ് എന്നെ യാത്ര അയച്ചത്. പക്ഷേ ഞാൻ തീരുമാനിച്ചു പോകണം എന്നുള്ളത്. എനിക്ക് ആരുടെയും സഹായം വേണ്ട, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട, ഞാൻ പോകുന്നു എന്നുള്ള വാശിയെടുത്ത് പോയ ഒരാളാണ്. അങ്ങനെ അവിടെ ചെന്നു, അവിടെ നിന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നീതി കുടുംബങ്ങളുടെ കൂടെ താമസിക്കാൻ കുറച്ച് ദിവസം സമയം തന്നു. അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്ക് ഉള്ള തുടക്കം. എനിക്ക് ആദ്യമായിട്ട് ചെന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയിൽ നിന്ന് എനിക്ക് 10 രൂപ ശമ്പളം കിട്ടി. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതായത് ഞാൻ ഓരോ സ്റ്റുഡിയോയിൽ നടയിൽ ചെന്ന് നിൽക്കുമ്പോഴത്തെ സ്റ്റുഡിയോക്കകത്തോട്ട് കടത്തിവിടില്ല. കാരണം വാച്ച്മാൻ സമ്മതിക്കില്ല. വിജയ സ്റ്റുഡിയോ, വാഗിനി സ്റ്റുഡിയോ, അങ്ങനെയൊക്കെ പല സ്ഥലത്തും പോയിട്ട്, അങ്ങനെ AVN സ്റ്റുഡിയോയിൽ ആ ഭൂഗോളം ഇങ്ങനെ കറങ്ങുന്ന അതാണല്ലോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്.
അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് വാച്ച്മാൻ അകത്തേക്ക് കയറ്റി വിട്ടില്ല. അങ്ങനെ ഞാനിവിടെ കുറേ നേരം നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറി വന്നു. ആ സമയത്ത് ഒരു വണ്ടി, പഴയ ഒരു വാനുണ്ട്, ഒരു ഇങ്ങനെ കുടുക്ക പോലെ ഇരിക്കുന്നൊരു വാനിൽ കുറേ സ്ത്രീകളും കുറേ പുരുഷന്മാരുമായിട്ടൊക്കെ വന്ന് നാട്ടിൽ വന്ന് ഇറങ്ങി അവരിങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വാച്ച്മാൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും എവൻ സ്റ്റുഡിയോക്കകത്ത് കയറി. ആദ്യമായിട്ട് എവൻ സ്റ്റുഡിയോക്കകത്ത് കയറുന്നത് അങ്ങനെയാണ്. കയറി അത് അവരെ കൂടെ പോകുമ്പോൾ ആക്ച്വലി അവർ ഒരു തമിഴ് സിനിമയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയൊക്കെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത്. അതിൻ്റെ കൂടെ അവിടെ പോയി ഞാനെന്ന് ഉച്ചയായപ്പോൾ അവിടുന്ന് ഭക്ഷണം കിട്ടി. അവരെ പോകുമ്പോഴത്തേക്ക് എനിക്കൊരാൾ 10 രൂപ കൊണ്ട് തന്നു. അതെനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം 10 രൂപ. പക്ഷെ ആ 10 രൂപ എന്ന് പറയുന്നത് അന്ന് എനിക്ക് 10 ദിവസം ഭക്ഷണം കഴിക്കാം, ആ അവസ്ഥയിലുള്ള ഒരു ഇതാണ്, അനുഭവമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇത് പിന്നെ സി രാധാകൃഷ്ണൻ സാറുമായിട്ട് നീതി കൊടുങ്ങല്ലൂരിൻ്റെ ഡിസൈൻ സ്ഥലത്ത് വെച്ച് എന്നെ പരിചയപ്പെടാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ പുഷ്യരാഗം എന്ന സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അദ്ദേഹത്തിനോട് ഫസ്റ്റ് ഞാൻ ചോദിച്ചത് എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് തരുമെന്ന്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ അടിപൊളി ഒന്ന് നോക്കി. ഞാൻ വളരെ ലീനായിട്ടൊരു പയ്യൻ, മീശ പോലും താടിയ മീശ ഒന്നും കിളിർത്തിട്ടില്ല. എന്നെ നോക്കിയിട്ട് പറയും, നിങ്ങളൊക്കെ ചില കൊച്ചു പയ്യന്മാർ വല്ല ടെക്നിക്കലായിട്ട് പഠിക്കാൻ നോക്കൂ എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണ്, ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ട് ചാൻസ് ചോദിക്കുമ്പോൾ ആൾക്കാർ ഇതുപോലെ പറയുമല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ വിജയ വാഗ്നി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് കാണാൻ ഉള്ള ഒരു അവസരമുണ്ടായി, തമിഴ് സിനിമ. അതിനകത്ത് കയറി ചെല്ലുമ്പോൾ അന്നൊക്കെ കസേരകളിൽ ഇങ്ങനെ തുണിയിട്ടിട്ട് ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആർട്ടിസ്റ്റ് എന്നൊക്കെ എഴുതി വച്ചേക്കുന്ന ഒരിത്. അതിൽ ഒരു വെള്ളത്തൊപ്പിയൊക്കെ വെച്ചിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ഒരു ആൾ ഡയറക്ടർ എന്നുള്ള ഇതിൽ കസേരയിലിരിക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹം പിന്നെ എഴുതിയിട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് ഞാൻ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫിയറ്റ് വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹം വന്നിറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹം ഫിയറ്റ് കാറ് ഭയങ്കര സ്പീഡിൽ വന്നൊരു സൈഡിൽ നിർത്തിയിട്ട് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഈ ഡയറക്ടറെ കാലിൽ വന്ന് തൊഴുന്നു. അദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തട്ടിയിട്ട് അങ്ങനെ സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് കെ ബാലചന്ദ്രൻ എന്നൊരു സംവിധായകനാണ്. അപ്പോൾ ഒരു സംവിധായകൻ്റെ വാല്യൂ ഇതെല്ലാവരും ദൈവം പോലെ കാണുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇത് മനസ്സിലാക്കുന്ന സത്യത്തെ ഞാൻ അപ്പോഴാണ്. അല്ലാതെ ഒരു സംവിധാനം എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നേരത്തെ നമുക്കവിടെ ഇല്ലായിരുന്നു. പിന്നെ മറ്റേ സി രാധാകൃഷ്ണൻ സാർ എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടെ വച്ചിട്ട് സംവിധാനം പഠിക്കാൻ തീരുമാനിക്കും. അതേ സി രാധാകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് തന്നെ പോയി ഞാൻ സംവിധാന സഹായമായിട്ട് വർക്ക് ചെയ്യണോ, എന്നെ ഇവിടെ നിർത്തണമെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പുഷ്യരാഗം എന്നൊരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ട് എന്നോട് വീണ്ടും ചാൻസ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൊഡ്യൂസറും അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹവുമായിട്ട് ആൻ്റണി, ആലുവേല ആൻ്റണി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ നിർത്തി. ആലുവേലായിരുന്നു ആദ്യം ഷൂട്ടിംഗ്. ഈ അടുത്തും ഞാൻ രാജേഷ് സാറുമായിട്ട് കണ്ടിരുന്നു. അപ്പോഴപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി, സി രാജേഷ് സാറുമായിട്ട്. അതുപോലെ ആൻ്റണി ചേട്ടൻ ആലുവേലുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം, ആ പടം കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ വെച്ച് മധു സാറ്, ജയൻ, കെ പി ഉമ്മർ, അങ്ങനെ ശാരദ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ഒരു പരിചയമുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനും സിനിമയില്ലാതായി. എനിക്കും ഞാൻ പിന്നെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായി വന്നു. പിന്നെ പി കെ ജോസഫ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് ഇതിനിടയിൽ പല അലച്ചിലുകളും അതിനിടയിൽ പല മുഖങ്ങൾ പരിചയപ്പെടുകയും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജസേന ഞാൻ അവിടെ വെച്ച് കാണും. കോടാമ്പാക്കത്തിലെ കഥകൾ എല്ലാവരും പറയുന്നതും ഒരു ഈ ദുഃഖ കഥകളും വിശപ്പിൻ്റെ കഥകളും ഒക്കെയാണ്. ജീവിതം അത്യാവശ്യം നല്ല കുടുംബ സാഹചര്യത്തിൽ നിന്നാണ് ചേട്ടൻ ഇവിടുന്ന് സിനിമ പഠിക്കണമെന്ന് പറഞ്ഞു പോകുന്നത്. അത്തരം കഷ്ടതകളൊക്കെ ആ കാലത്ത് അനുഭവപ്പെട്ടിരുന്നു. ഒരു പക്ഷേ നീതി കൊടുക്കല്ലൂർ എന്ന് പറയുന്ന ഒരാളുള്ളത് കൊണ്ട് അതവിടെ താമസിക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമാക്കാരെ പരിചയപ്പെടാനോ ഒക്കെ ഉള്ള അവസരം ഉണ്ടായെന്നുള്ള സത്യമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ഈ ദാരിദ്ര്യം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം ഉള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു
ബ്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് 2-3 ദിവസം ആഹാരം അതാണ്. ആ രീതിയിൽ കഴിഞ്ഞ സമയമുണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സിൽ നാളകളുടെ സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്, നാളെ എന്നുള്ള ഒരു സ്വപ്നം മനസ്സിൽ, സിനിമ ലോകം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിന്നത്. ആ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു പോയത് അതുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ വില്യംസിൻ്റെ കൂടെ കുറച്ച് വർക്ക് ചെയ്യില്ലേ? അത് കുറച്ച് കഴിഞ്ഞ ശേഷം, കഴിഞ്ഞതിന് ശേഷം അല്ല, രാജസേനന് മുമ്പാണ്. അപ്പോൾ രാജസേനായിട്ട് പരിചയപ്പെട്ടപ്പോൾ രാജസേനും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രാജസേനൻ്റെ അച്ഛനെ എനിക്കറിയാം, മരുന്നൂർ അപ്പുക്കുട്ടം പിള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഡാൻസറാണ്, അതറിയാം. അപ്പോൾ രാജസേന എന്ന് പറഞ്ഞൊരു മകനുണ്ടെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു നാട്ടുകാരുടെ കൂടെ കണ്ടപ്പോൾ കൂടുതൽ സന്തോഷം, അങ്ങനെ ഒരുമിച്ച് അടുത്തടുത്ത് താമസിക്കുകയൊക്കെ ചെയ്തു. ആ ലെവലിലാണ് പിന്നെ അപ്പോൾ അദ്ദേഹം PK ജോസഫിൻ്റെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ എസ് ബാബു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോഴും രാജസേന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ വില്യം സാറിൻ്റെ അവിടെ ഒരു പടം വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി. അപ്പോഴൊക്കെ ഞാൻ സെക്കൻഡ് അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. വില്യം സാറിൻ്റെ പൊന്തൂവൽ എന്ന് പറഞ്ഞ ഒരു സിനിമ വർക്ക് ചെയ്തു. പുള്ളി കുറച്ച് ടെററായിരുന്നല്ലോ. പുള്ളി ടെറർ എന്ന് പറഞ്ഞാൽ ഇത്. പിന്നെ അടുത്തൊരു ജീവൻ്റെ ജീവൻ എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ അതിൽ അഭിനയിക്കാൻ എത്തിയില്ല. അതിന് മുമ്പായിട്ട് വില്യം സാറ് സെറ്റിൽ വെച്ച് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഒരു ചെറിയൊരു ക്യാമറയുടെ മുന്നിൽ, അദ്ദേഹം ക്യാമറ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നു എന്നുള്ള ഒറ്റ കാരണം. അദ്ദേഹം സൂം ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ തലയുടെ പുറകുവശമാണ് കണ്ടത്. അത് ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ടൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയതാണ്. ഇദ്ദേഹം എന്നെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചിട്ട് ഒറ്റ അടിയാണ് അടിച്ചിട്ട് കുറേ തെറി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ തെറി എനിക്ക് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, അത് സാറത് പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ കയറി പിടിച്ചിട്ട് കയ്യിൽ കയറി പിടിച്ചു. ഞാൻ സാറ് ആ വാക്ക് എന്നോട് പറയരുതെന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വില്യം സാറിനെ അറിയുന്നവർക്കൊക്കെ അത് ഗസ് ചെയ്യുന്നതാണെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ വർക്ക് ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി ചെയ്തു. പക്ഷേ എനിക്കൊരു പ്രയാസം, ലാലേട്ടനെ കാണാൻ എനിക്ക് പറ്റിയില്ല, നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് താമ്പ്രത്തിനടുത്തൊരു ഷൂട്ടിങ്ങിലാണ് നടക്കുന്നത്. അവിടുന്ന് അപ്പോൾ അന്ന് ത്യാഗരാജൻ മാഷ് ഉണ്ടായിരുന്നു. ത്യാഗരാജൻ മാഷ് ഡയറക്ടറൊക്കെ പറയും, എന്താ പിള്ളേരെയൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്നത് പോലെ തമിഴിലൊക്കെ പിള്ളേർ വഴക്ക് പറയുകയൊക്കെ ചെയ്തു. അദ്ദേഹമാണ് എന്നെ ഇവിടെ വെച്ച് മാറ്റിയേക്കുന്നത്. ഞാൻ എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ഡയറക്ടർ ബാലകൃഷ്ണൻ എന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കൊടുത്തിട്ട് ഞാൻ സലാം പറഞ്ഞ് നടന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, എൻ്റെ കയ്യിലില്ല. ഷൂട്ടിങ്ങിന് പോയതാണ്. താമ്പ്രത്തിനടുത്താണ് ഷൂട്ടിങ്, ഒരു ഗാർഡൻ്റെ അവിടുന്ന് കോടമ്പക്കം വരെ ഞാൻ നടന്നു എന്നുള്ളത്. വിശപ്പും ഇതുമൊക്കെ ആയിട്ട് നടന്ന് ഇടയിൽ പൈപ്പ് വെള്ളവും കുടിച്ച്, പിന്നെ ഒരു മറ്റേ ഈ മലക്കറിയെ കൊണ്ടുപോകണ ഉന്തുവണ്ടി പോലത്തെ സാധനം, അതിൻ്റെ പുറത്ത് കയറി കുറച്ച് ഇപ്പോഴത്തെ എയർപോർട്ടിൻ്റെ പാവം വരെ ഇതൊന്നും. പിന്നെ അങ്ങനെയൊക്കെ നടന്ന് ഞാൻ വൈകുന്നേരത്താണ് എൻ്റെ റൂമിലെത്തുന്നത്. അങ്ങനെ അത് ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ ശേഷമുള്ള രാജസേന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ആഗ്രഹം അല്ലേ? അതെ. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു കഥ ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വേറെ ഷാജി എന്നൊരു അസോസിയേറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിനോടും ഒക്കെ ഞങ്ങളുടെ റൂമിൽ കരിമോഹൻ മോഹൻ, ജയമോഹൻ ഒക്കെ എല്ലാം ഒരുമിച്ച് അവിടെ താമസിക്കുന്നു. അപ്പോൾ ഞാൻ വേറെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനവിടെ വന്ന് പറഞ്ഞ്, തുളസി എനിക്കൊരു സിനിമ ശരിയായിട്ടുണ്ട്, പക്ഷേ കഥ റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞു. പലരോടും കഥ ചോദിച്ചിട്ട് ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഥയുണ്ട്, എപ്പോഴെങ്കിലും എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റുന്ന അവസരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ച് എഴുതി വെച്ചതെന്നാണ്. നമ്മൾ ഈ വിശപ്പൊക്കെ ഉള്ള സമയത്ത് കൂടുതലും ഇങ്ങനെയുള്ള എഴുത്തിലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ മറക്കും, വിശപ്പ് മറക്കും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു. അത് ദിവസം ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞപ്പോഴത്തേക്ക് രാജസേന ഇഷ്ടമായി, കൂടെ കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇത് അപ്പോൾ എൻ്റെ മനസ്സിൽ ദാസേട്ടനെ നായകനാക്കി സിനിമയിൽ അത് ഞാൻ സേനോട്ടോട് പറയുകയും ചെയ്തു. പക്ഷെ അതൊന്ന് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും തിരക്കിൽ നിൽക്കുന്ന സമയമാണ്. ഫുൾ ലെങ്ത് ഒരു ഇതൊന്നും വെച്ച് അഭിനയിക്കാൻ കിട്ടില്ല. അങ്ങനെ ഒരു നായകനെ നമ്മൾ അന്വേഷിച്ചൊക്കെ നടന്നു, ആരാ വെച്ച് ചെയ്യാം. അപ്പോൾ സേനേട്ടൻ അങ്ങനെ ഈ മമ്മൂക്കയോട് എന്തോ സംസാരിക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ AVM സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അവിടെ തിയേറ്ററിൽ ഡബ്ബിങ് നടക്കുന്നു. അപ്പം മധു സാറ് അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു പ്രൊഡക്ഷൻ പയ്യൻ പറഞ്ഞു. ഒന്ന് മധു സാറിനെ ഒന്ന് കാണാമെന്നും പറഞ്ഞിട്ട്, മധു സാറിനെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സിനിമയിലുണ്ടായിരുന്നുണ്ട്, പുഷ്യരാഗത്തിലുണ്ടായിരുന്നു. കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ആളവിടെ നിൽക്കുകയാണ്. ഒരു ജുബയൊക്കെ ഇട്ട് ഒരു പാൻറ്റും ഇട്ട് താടിയൊക്കെ വെച്ചിട്ട് ഒരാൾ നിൽക്കുന്നു. സത്യത്തിൽ സുരേഷേ, ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ദേവരാജൻ എന്ന ഒരു കഥാപാത്രം, ആഗ്രഹത്തിലെ കഥാപാത്രം എൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്ന് ഞാൻ കഥ പറയുമ്പോൾ ആഗ്രഹം അല്ലായിരുന്നു പേര്, എന്നെങ്കിലും ഒരിക്കൽ എന്നായിരുന്നു ഞാൻ എൻ്റെ പേരിട്ടിരുന്നത്. നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അദ്ദേഹത്തിനോട് പോയി സംസാരിച്ചു. ഞാൻ ഏതോ ഒരു തെലുങ്ക് ആർട്ടിസ്റ്റാണെന്നാണ് വിചാരിച്ചത്. അത്രയും സുന്ദരനായ ഒരാൾ നിൽക്കുന്നു. ഞാൻ പോയി സംസാരിച്ചു. അപ്പോൾ ആദ്യം മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സംസാരിക്കാൻ ചെന്നപ്പോൾ സാർ എന്നെ വിളിച്ച ഒരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് അദ്ദേഹം മലയാളത്തിൽ ഇങ്ങനെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കഥ ഒരു രാജസേന എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു നായകനെ അന്വേഷിച്ച് നടക്കുകയാണ്. സാറിന് അത് ഒന്ന് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വിൽക്കുകയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ശരിച്ചപ്പോൾ, അയ്യോ ഞാൻ അഭിനയിക്കുന്ന ആളല്ല, ഞാൻ പ്രൊഡ്യൂസറാണ്, എൻ്റെ സിനിമയുടെ ഡബ്ബിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹരിഹരൻ സാർ ചെയ്ത വെള്ളം എന്ന സിനിമയുടെ ഡബ്ബിങ് ആയിരുന്നു. എൻ്റെ പേര് മോഹൻ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കഥാപാത്രം സാറിൻ്റെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നി. സാറിന് വിരോധമില്ലെങ്കിൽ ആ നമ്പർ തന്നാൽ ഞാൻ ഡയറക്ടറായിട്ട് വന്ന് കാണും. അത് പറഞ്ഞു, ഇല്ല എനിക്ക് താല്പര്യമില്ല. കാരണം ഒന്നാമത് എന്നെ കണ്ടാൽ തന്നെ ഇപ്പോൾ ഒരു കഥ എഴുതുമെന്നോ അല്ലെങ്കിൽ അവൻ ദിസിൻ്റെ സിനിമ ശരിയാവുമെന്നൊക്കെ ഉള്ള ഒരു ധാരണ തന്നെ പുള്ളിക്കുണ്ടായി. ഇല്ല, നിർബന്ധമായിട്ടൊരു പറയാം, എനിക്ക് പ്രത്യേകം ഇവിടെ നമ്പറൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ് ടെസ്റ്റപുരത്ത്. അപ്പോൾ ഞങ്ങൾ അതിനടുത്താണ് താമസിക്കുന്നത്. ഒരു കോൺടാക്ട് നമ്പർ തന്നു. ഞാൻ വാങ്ങിച്ചോട്ട് പോയി. ഞാൻ ഇന്ന് രാജസേനോട് പറഞ്ഞു. അപ്പോൾ സെനറ്ററിനോട് പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിനെ പോയി കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെനറ്ററും കൂടെ ഈ വാടക വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇല്ലായിരുന്നു. പിന്നെ വേറെ ദിവസം ചെന്ന് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സെനറ്ററിനും അങ്ങ് ഇഷ്ടമായി. കാരണം ഇതിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. അപ്പോൾ സെനറ്ററിന് പേരിട്ടു, ആഗ്രഹം എന്നുള്ള പേരിട്ടു. ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇരുന്ന് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സംസാരിച്ചു. അപ്പോൾ പുള്ളി ഒരു സമ്മതിക്കില്ല. ഞാൻ ഇല്ല, ഇപ്പോൾ ഞാനൊരു ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ്. കണ്ടൊരു പുള്ളി അന്ന് വെള്ളം എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇരിക്കുന്ന, പൈസയുടെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഞാൻ സെനറ്ററും ഞാനും കൂടെ ഇത് പറഞ്ഞ് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടുതരാം, സാറിത് വായിച്ച് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൊടുക്കുന്നു. നിർമ്മാതാവ് ഗിരീഷ് പിക്ചേഴ്സ് രാജേട്ടനാണ്, കാലിക്കട്ടുള്ള. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് കാണിച്ചു. ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം ഒരാഴ്ച എടുത്തു. വായിച്ച ശേഷം അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. 5000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. അതായി അദ്ദേഹത്തിൻ്റെ പേര് മാറ്റുന്നു, ദേവനെന്ന് മാറ്റുന്നു. ദേവരാജൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ പേര് എടുത്ത് ദേവനെന്നാക്കുന്നു. മേനക നായിക. അങ്ങനെയാണ് ആ സിനിമ ചെയ്യുന്നത്. ഞാനത് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ദേവൻ്റെ ആദ്യത്തെ സിനിമയാണ്. രാജസേൻ്റെ ആദ്യത്തെ സിനിമ. അല്ല, ദേവനും ദേവൻ്റെ ആദ്യത്തെ സിനിമ ഞങ്ങൾ നിർബന്ധിച്ച് ചെയ്യിച്ചത്. പക്ഷേ ആ കഥാപാത്രത്തിന് വളരെ യോജിച്ച ഒരാളായിരുന്നു. കാരണം ഒരു പാട്ടുകാരനാണെങ്കിൽ പോലും സ്ത്രീകളോടൊന്നും താല്പര്യമില്ലാത്ത, ദേഷ്യമുള്ള ഒരു കഥാപാത്രം. അതിനൊരു ഫ്ലാഷ് ബാക്കൊക്കെ ഉണ്ട്. അങ്ങനെ ആ പടം കഴിഞ്ഞു. അത് ഒരു വൻ വിജയമായില്ലായിരുന്നില്ല. കാരണം എന്താണ്, പുതിയ നായകൻ, പുതിയ സംവിധായകൻ. അന്നൊക്കെ ഒരു പുതിയ സംവിധായകൻ രംഗത്തേക്ക് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അതിനുശേഷം രാജസേൻ്റെ പാവങ്കുരൻ അതിൽ വർക്ക് ചെയ്തു. അത് സൂപ്പർ ഹിറ്റായി. പിന്നെ അതിനുശേഷം ഇത് ചെയ്തു, നമ്മുടെ സൗന്ദര്യപ്പണക്കം എന്ന സിനിമ ചെയ്തു. സൗന്ദര്യപ്പണക്കത്തിൻ്റെ പ്രൊഡ്യൂസർ സൗന്ദര്യപ്പണക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്നോട് കുറച്ച് ആ പടം അത്ര പോയില്ല, ശരിക്കും പോയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജേട്ടൻ മദ്രാസ് വരുന്നു, എന്നെ വിളിപ്പിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞ് ആ പടം അല്പം പരാജയമാണ്,
അടുത്തൊരു പടം ഉടനെ എനിക്ക് ചെയ്യണം, നിനക്ക് സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിക്കും. ഞാൻ പെട്ടെന്ന് ഒരു പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാവില്ല. ഞാൻ ഒന്ന് ആലോചിച്ചു, എന്ത് അറിയാം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ വർക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. അത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം വർക്ക് ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് ആ ധൈര്യത്തിലാണല്ലോ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ് ചെയ്യാം, കഥ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കഥയുണ്ട്, നമ്മൾ ഈ ഒരേ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടല്ലോ, കഥയുണ്ട്. എന്നാൽ ഒരു കാര്യം, അടുത്ത ആഴ്ച തൃശ്ശൂർ വാ, അവിടെ സൂര്യ ഇൻ്റർനാഷണൽ ഹോട്ടലുണ്ട്, അവിടെ വരിക. അവിടെ ടിക്കറ്റൊക്കെ ഇവിടെ ഒരു ജോണെന്നും പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹം ടിക്കറ്റൊക്കെ എടുത്ത് തരും. സത്യത്തിൽ എനിക്കിത് കൊണ്ട് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം എന്നിട്ട് ശരി അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന നേരത്തെ അദ്ദേഹം ഒരു 100 രൂപ എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു, എന്താ അച്ചോ എന്ന് പറഞ്ഞായിരുന്നു. ഇത് അഡ്വാൻസ് ഒന്നും അല്ല, ഇത് അച്ചോ എന്ന് പറഞ്ഞു. ആ 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി. അതിനുശേഷം പിന്നെ ഞാൻ അത് പ്ലാൻ ചെയ്ത് സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ടിക്കറ്റ് കൊണ്ട് തരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് തൃശ്ശൂരേക്ക് പോകുന്ന സൈനറ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, അപ്പോൾ പിന്നെ അതിനുശേഷം സൈനറ്റിന് ആ സമയത്ത് പടം ഇല്ലായിരിക്കും പറഞ്ഞു, ഇങ്ങനെ ഒരു ചാൻസ് അദ്ദേഹം പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ സമ്മതിച്ചു. അദ്ദേഹം ശരി എന്ന് പറഞ്ഞു, പോയിട്ട് വരാം. ഞാനങ്ങനെ തൃശ്ശൂർ സൂര്യ ഹോട്ടലിൽ ചെല്ലും. രാവിലെ അവിടെ ചെല്ലുമ്പോൾ എന്ന് റൂം പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞ്, മോളുടെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കീ തന്ന സ്ഥലത്ത് ഒരു ലെറ്ററും കൂടെ എനിക്കിത് എടുത്തു തന്നു. ഇത് ഇങ്ങനെ മാളാരവിന്ദൻ തരാൻ പറഞ്ഞതാണ്. ഞാൻ വെച്ച് മാളാരവിന്ദൻ എന്തിനാണ് എനിക്ക് ലെറ്റർ എന്ന് ആലോചിച്ചു. മാളച്ചേട്ടനോട്ട് ഞാൻ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബന്ധങ്ങളുണ്ട് നല്ല. അങ്ങനെ ഞാൻ റൂമിൽ പോയിട്ട് ആദ്യം ഈ കത്ത് തുറന്ന് ഞാൻ വായിച്ചു. എഴുതുന്ന വാക്കെഴുതാണ്, തുളസിയെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഈ പ്രോജക്റ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പെരുമാറുക. ബാക്കി കാര്യങ്ങൾ നേരിൽ സംസാരിക്കാം. ഞാൻ ആലോചിച്ച് എന്തു പറ്റി, എനിക്കാകെ ടെൻഷനായി. അങ്ങനെ ഒരു കത്ത് വന്നത്. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഒന്ന് അടുത്ത രാജേട്ടനെ കാണാൻ വേണ്ടി അടുത്ത റൂമിൽ ചെന്നു. ഓൻ വന്നാന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ രാജേട്ടൻ ഇങ്ങനെ ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുന്നു. ഒരു സ്മാർട്ടായിട്ടുള്ളൊരു പെരുമാറ്റം ഇല്ല, നേരത്തെ ഇതില്ല ഇല്ല. അപ്പോൾ എന്നോട് പോയി കാപ്പി കുടിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ പോയി കുളിച്ച് കാപ്പി കുടിച്ചു. ഇപ്പോഴും ഒക്കെ എൻ്റെ ഈ കത്താണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ രാജേട്ടനെ കണ്ടപ്പോൾ ഉള്ള മാറ്റവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. ഞാനങ്ങനെ പിന്നെ അത് കഴിഞ്ഞ ശേഷം ചെന്നപ്പോൾ ഏട്ടനോട് പറഞ്ഞു, എനിക്ക് നല്ല സുഖമല്ല, നമുക്ക് സിനിമയെക്കുറിച്ച് പിന്നെ സംസാരിക്കാം, വൈകുന്നേരം നിനക്ക് ടിക്കറ്റ് എടുത്ത് തരും, തിരിച്ച് പൊയ്ക്കോന്ന് പറയും. ഞാൻ പറഞ്ഞാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ഈ കത്തുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ആ ടിക്കറ്റുമായിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മദ്രാസിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് ഒരു സന്തോഷത്തിൽ ഒരു യാത്രയപ്പായിരുന്നു എൻ്റെ കൂടെ ഉള്ള താമസിച്ചിരുന്നവരൊക്കെ. അതിലുപരി ഞാൻ എൻ്റെ അമ്മ എന്നുള്ള ഒരു, ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് അമ്മ സങ്കല്പിച്ചാണ് എഴുന്നേൽക്കുന്നത്. അമ്മയാണ് എൻ്റെ ദൈവം, അതായിട്ട് പങ്കജാക്ഷി അമ്മ. അതെ അല്ലേ? അതെ. അച്ഛൻ ഗോപാലക്കുറുപ്പ്. അച്ഛൻ മരിച്ചുപോയി. ആ സമയത്ത് അച്ഛൻ ഇല്ല. എൻ്റെ 12ാമത്തെ വയസ്സ് അച്ഛൻ മരിച്ചു. അപ്പോൾ അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ടാണ്, അമ്മയോട് പറയുമ്പോൾ കണ്ണീരോട് കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പറയുമ്പോൾ ഞാൻ അമ്മ വിഷമിക്കേണ്ട, ഞാൻ ഒരു സിനിമക്കാരനായി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ അമ്മക്ക് ഞാൻ കത്തെഴുതിയിരുന്നു, എനിക്കിങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കിട്ടി, ഞാൻ ഇന്ന തൃശ്ശൂർ പോവുകയാണ്, അവിടെ നമുക്ക് ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാൻ ഉത്രം നാളിൽ ജനിച്ചൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ്റെ അവനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന അവിടെ പോയി അമ്മ പൂജ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കത്തെഴുതിയിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മയെ അറിയിക്കുകയും ചെയ്തു. അതെനിക്കൊരു വലിയ വിഷമമായി. ഞാൻ തിരിച്ച് മദ്രാസ് ചെന്നു. ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകാൻ. അങ്ങനെ പിന്നെ ഞാൻ കുറേ ദിവസം ആ സമയത്ത് കുറേ വർക്കില്ലാതെ നിന്നു. എല്ലാവരും ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടായി, മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പ്രശ്നമായി. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ രാജേട്ടൻ തിരിച്ചു വന്നു. എന്നോട് വന്നിട്ട് എന്നെ വിളിപ്പിച്ചു പറഞ്ഞ് നമുക്ക് പിന്നൊരു പടം ചെയ്യാം, ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ബേബി സാറിനെ വെച്ചൊരു പടം ചെയ്യണം, അപ്പോൾ അത് ചെയ്യുകയാണ്. അപ്പോൾ തുളസി അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അതിൽ വിനോദും ജോർജും എന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ,
ബേബേട്ടൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട സാർ. അപ്പോൾ പുള്ളി നിർബന്ധിച്ചില്ല. ഞാൻ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് തുളസി വർക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ അതിൽ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ മാളച്ചേട്ടനെ കാണാൻ സാധിച്ചു. മുരുകല തിയേറ്ററിലെ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ്ങിൽ മാളച്ചേട്ടൻ ഉണ്ടെന്നറിഞ്ഞു. ഞാൻ നേരെ പോയി. ഇത് സത്യാവസ്ഥ കറക്റ്റ് അറിയണമല്ലോ, എന്ത് സംഭവിച്ചെന്നറിയാം. ഇതൊരു സസ്പെൻസിൽ നിൽക്കുന്ന ആ വാക്കുകൾ. ആ കത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ കത്തും കൊണ്ടാണ് ഞാൻ പോകുന്നത്. മാളച്ചേട്ടൻ ഷൂട്ടിങ്ങിന് ഷോട്ട് എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കത്ത് എനിക്ക് കിടച്ചു. ഞാൻ എഴുതി തന്നു. പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് മാറ്റി വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു വേറെ ഒന്നും ഇല്ല, ഈ പ്രോജക്റ്റ് നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സംഭവം എന്താ പറഞ്ഞാൽ ഇത് കേട്ടിട്ട് വേറെ ആരോടും വിരോധ വിഷമോ ഒന്നും കാണിക്കണ്ട. പ്രൊഡക്ഷൻ കൺട്രോളിലും TG രവി നടൻ പ്രൊഡ്യൂസറുമായിട്ട് ബാറിനകത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. അടുത്ത സ്ഥലത്ത് മാളച്ചേട്ടനും മറ്റ് കുറച്ച് പേര് ഇരുന്നു. അപ്പോൾ ഈ സംസാരം മാളച്ചേട്ടൻ കംപ്ലീറ്റ് കേട്ടതാണ്. അതായത് പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഓരോ പുതിയ പുതിയ ആൾക്കാരെയും കൊണ്ടുവന്നിരുന്ന് പടം പരാജയപ്പെടുകയും അപ്പോൾ രാജസേനെ കൂടെ ഉൾക്കൊള്ളിച്ച് സംസാരിച്ചു. അതുകൊണ്ട് അപ്പോൾ അവർ തമ്മിൽ പ്രൊഡ്യൂസറും രാജസേനോട് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൽ നിൽക്കും. പേര് പോലെ തന്നെ ചെറിയ സൗന്ദര്യപ്പണക്കത്തിൽ നിൽക്കുന്നു. ആ പ്രൊഡക്ഷൻ കൺട്രോളുമായിട്ടും ചെറിയ സൗന്ദര്യപ്പണക്ക രാജസേനൊക്കെ ഇടയ്ക്ക് ഷൂട്ടിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല, പുള്ളി നിങ്ങൾ വേറെ ആരെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളിൽ വെച്ച് വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുള്ളി ചൂടാവുന്നു. അപ്പോൾ TG രവിയേട്ടൻ അത് സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് വേറെ എസ്റ്റാബ്ലിഷ് ഡയറക്ടർ വെച്ച് പടം ചെയ്യാം, എന്നാലേ ഇപ്പം പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ രാജേട്ടൻ്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളിൽ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയും രവിയേട്ടനും പോവുകയൊക്കെ ചെയ്ത ശേഷം രാജേട്ടൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയായിരുന്നു. എന്നെ കാണാൻ വേണ്ടി ഇരുന്നിട്ട് അദ്ദേഹവും പോയി, ഞാനും മദ്രാസിലേക്ക്. അതാണ് സംഭവിച്ചത്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു ഒരു ഇതായി ഞാനും വേറെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഒരാൾ എന്നെ വിളിക്കുന്നു. വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ പാലക്കാടുള്ള ഒരാൾ, ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഒരു ട്രെയിനിൽ വെച്ചാണ്. ട്രെയിനിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ കയറിയിട്ടുണ്ട്. പാലക്കാട് ഇറങ്ങാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കയറിയ ഒരാളാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ ഒരു അദ്ദേഹത്തിന് ഇറങ്ങി ബോട്ടിൽ കൊണ്ട് നിൽക്കുന്നു. വെള്ളം എടുക്കാൻ ട്രെയിൻ പോകുമോ എന്നുള്ള ടെൻഷനിൽ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ചോട്ട് എനിക്കും വെള്ളം എടുക്കണമായിരുന്നു, എടുത്ത് ഞാൻ കൊടുത്തു. അങ്ങനെ ഒരു പരിചയപ്പെട്ട് സംസാരിച്ചു വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സിനിമാക്കാരോട് ഭയങ്കര താല്പര്യം ഇതാണ്. എന്നോട് പറഞ്ഞു എനിക്കൊരു സിനിമ നിർമ്മിക്കണമെന്ന് താല്പര്യമുണ്ട്, നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ തന്നേക്കുന്നത്. എനിക്ക് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നമ്പറുണ്ട്, ഗ്രീൻലാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഞാൻ താമസിക്കുന്നതിന് അടുത്തായിരുന്നു, തൃശ്ശൂരത്ത് കൊടുത്തിരുന്നു. ആ നമ്പറിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ വൈകുന്നേരം ഇതുപോലെ വെയിറ്റ് ചെയ്തു. ഇതുപോലെ അദ്ദേഹം കൃത്യമായിട്ട് വിളിച്ചു. എന്നോട് പറഞ്ഞു ഒരു പാലക്കാട് വരെ വരും, നമുക്കൊരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിൻ്റെ മറ്റൊരു സന്തോഷമാണ്, ഞാനില്ലാത്ത പൈസ ഉണ്ടാക്കി ഉടനെ ഞാൻ പാലക്കാടേക്ക് പിറ്റേ ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് പാലക്കാട് ചെല്ലുന്നു. പാലക്കാട് സ്റ്റേഷനിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നു, ഒരു സ്കൂട്ടറുമായിട്ട് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം എന്നെ കയറ്റി കൊണ്ടുവന്നു. ഒരു ചെറിയ ലോഡ്ജിൽ കൊണ്ട് ചെന്ന് താമസിപ്പിച്ചു. അവിടെ നിന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ് വയ്ക്കും, ഞാൻ പോയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഒരു 30 രൂപയും ചില്ലറ എടുത്ത് കയ്യിൽ തന്നിട്ട് ഓക്കെ അവിടെ എന്തോ ചെറിയ പൈസ എന്തോ കൊടുത്തിട്ടുണ്ട്, പോയി വരാമെന്ന് പറയുന്നു. ഞാൻ അവിടെ ഒരു ചെറിയ ലോഡ്ജാണ്, ചെറിയ റൂം ഉള്ള ഒരു ലോഡ്ജാണ്. അപ്പോൾ അവിടെ ചെന്ന് താമസിച്ചു. അന്ന് അവിടെ കഴിഞ്ഞു. വൈകുന്നേരം അദ്ദേഹത്തിനെ കണ്ടില്ല. പിറ്റേ ദിവസവും കാണുന്നില്ല, വരുന്നില്ല. അദ്ദേഹം ഒരു കോൺടാക്ട് നമ്പർ തന്നിരുന്നു. അതിൽ വിളിച്ചു നോക്കി പറഞ്ഞ് ഇവിടെ ചിലപ്പോൾ വരാറുണ്ട് എന്ന് പറഞ്ഞു. ലോഡ്ജുകാരൻ രണ്ടാമത്തെ ദിവസമായപ്പോൾ ലോഡ്ജുകാരൻ പറഞ്ഞല്ല പൈസ തന്നില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്ത് പ്രശ്നമുണ്ടാക്കി. എന്തിലാണെങ്കിൽ ഒരു പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.